ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഇടിച്ചക്ക തോരൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഒരു ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച ചക്ക ഇതുപോലെ പൊളിച്ച് പീസാക്കണം കേട്ടോ. ചക്ക നമ്മളിതാ ഇതുപോലെ പീസാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന മുള്ളുണ്ടല്ലോ, അത് ചെത്തിക്കളയണം കേട്ടോ. ആ തോല് നമുക്ക് ആവശ്യമില്ല. തോല് ചെത്തിക്കളഞ്ഞിട്ട് ഉള്ളത്തെ കാമ്പാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കണം കേട്ടോ. നുറുക്കി കഴിഞ്ഞാൽ കൈ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. കൈയും കൂടെ ആകെ അതിൻ്റെ പശ ഒട്ടിയാണ്ടാകാരം. അത് വെളിച്ചെണ്ണ തേച്ചാൽ മതി. വെളിച്ചെണ്ണ തേച്ചാൽ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കത കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചക്കത കുക്കറിലിട്ട് നല്ലതുപോലെ വേവിക്കണം കേട്ടോ. അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കണം. അപ്പോൾ നമ്മൾ ചക്ക കുക്കറിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തീ കത്തിക്കുക. എന്നിട്ട് നല്ലൊരു ചട്ടി അടുപ്പത്തോണ്ട് വെക്കുക. ചട്ടിക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളെ കടുകിട്ട് പൊട്ടിക്കല്ലതാണ്. കടുക് ചട്ടപ്പെടാനെ പൊട്ടിങ്ങനെ റെഡ് ആയി വരിക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായി ചേർക്കുന്നത് കറിവേപ്പിൻ്റെ ഇല കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് വറ്റൽ മുളക് ഇടണം കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ടുണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കല്ലേ, ചക്ക അതിക്ക് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പിടണം. ഉപ്പിടുന്നത് നമ്മൾ വീട്ടിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇടിച്ചക്കത്തോരൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ചോറൊക്കെ കൂട്ടി കഴിക്കാൻ എന്താ രുചി. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.